നമ്മുടെ എല്ലാം തപോവൻ കുടുംബാംഗങ്ങളുടെ ഒരു ചെറിയ കൂട്ടായ്മ സ്വരൂപിച്ച ഒരു തുക നമ്മുടെ ഈ മഹാകുംഭമേളയിലേക്ക് നൽകുവാനായിട്ട് തപോവൻ ഹോളിസ്റ്റിക് ആൻഡ് വെൽനസ് റിസർച്ച് ഫൗണ്ടേഷൻ ആചാര്യൻ, അതുപോലെ തന്നെ പ്രമുഖ സൈക്കോളജിസ്റ്റും അതുപോലെ തന്നെ താന്ത്രിക ആചാര്യനുമായ ബ്രഹ്മശ്രീ ശ്രീധരൻ നമ്പൂതിരി അവർ ക്ഷണിക്കുകയാണ്. അത് സ്വീകരിക്കുന്നതിനായിട്ട് മഹാമണ്ഡലേശ്വർ സ്വാമിജിയെ ആദരപൂർവ്വം എല്ലാവർക്കും വേണ്ടി ക്ഷണിക്കുക. അഘോരി, ദ സീക്രട്ട് ഓഫ് ടൈം ആൻഡ് ക്രൈം. അകലെ താഴെ ഹിമാലയ മലഞ്ചെരുവിലെ പാതയോരത്ത് ത്രയംബക മഹാരാജ് ബാബ മറ്റു 2 പേരോടൊപ്പം മൃതദേഹത്തിനരികിൽ നിൽക്കുന്നു. ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഒരു കാൽ മൃതശരീരത്തിലില്ല. ബാബ മറ്റേ കാലിലെ മാംസം വലിയൊരു കത്തി കൊണ്ട് മുറിച്ചെടുത്ത് ഒരു ശിഷ്യന്റെ കയ്യിലെ തലയൊട്ടിയിലേക്കിട്ടു. അഘോരം, അത് നമ്മിലെ കുഞ്ഞിന്റെ നിഷ്കളങ്കതയിലേക്കുള്ള തിരിച്ചുപോക്കാണ്. അതെ, അതിനിഗൂഢമായ എന്തോ ഒന്ന്. അതാണ് നമ്മെ അഘോരി എന്ന ശ്രീധരൻ നമ്പൂതിരി എഴുതിയ നോവലിലേക്ക് വലിച്ചടുപ്പിക്കുന്നത്. നമ്മുടെ ഈ ഇരിക്കുന്നവരുടെയൊക്കെ സൗഭാഗ്യം നമ്മുടെ സ്വാമിജിയാണ്. മഹാമണ്ഡലേശ്വർ സ്വാമിജിയെ ഇതുമായി ബന്ധപ്പെട്ട് 2 വാക്കുകൾ സംസാരിക്കാനായിട്ട് ആദരപൂർവ്വം നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി, നമ്മുടെ ഗുരു പരമ്പരയ്ക്ക് വേണ്ടി, നമ്മുടെ ഈ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ആദരപൂർവ്വം അദ്ദേഹത്തെ ക്ഷണിക്കുക. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. ഓം നമോ നാരായണായ. ഈ ധന്യ മുഹൂർത്തത്തിൽ, മഹാമാഘത്തിൽ പങ്കെടുക്കാനായി എത്തിച്ചേർന്ന എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഭാരതത്തിൻ്റെ സവിശേഷമായിട്ടുള്ള ഒരു ധാർമ്മിക സംഗമമാണ് മാഘം. ഭാരതത്തിലെ തീർത്ഥരാജായ പ്രയാഗിലും ത്രിമൂർത്തി സംഗമമായ തിരുനാവായയിലുമാണ് ഏറ്റവും വിശേഷമായി പൗരാണികമായി മാഘം നടന്നു വന്നിരുന്നത്. പ്രയാഗിൽ മുടങ്ങാതെ എല്ലാ വർഷവും നൂറ്റാണ്ടുകളായി, സഹസ്രാബ്ദങ്ങളായി അത് തുടർന്നു പോരുകയാണെങ്കിലും തിരുനാവായയിലേത് 271 വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെ കാലത്ത് നിർത്തലാക്കപ്പെട്ടു. ആ മാഘത്തെ നമുക്ക് ജീവിതത്തിൽ ശ്രേയസ്സും അഭിവൃദ്ധിയും ദേശത്തിന് സമൃദ്ധിയും രക്ഷയും എല്ലാം നേടിത്തരുന്നതിനുള്ള ഊർജത്തെ, ദേവതാ ചൈതന്യത്തെ നമുക്ക് അനുഗ്രഹമായി നൽകുന്ന മാഘത്തെ അതിൻ്റെ പൗരാണികമായ പ്രൗഢിയിലേക്ക് വീണ്ടെടുക്കുകയാണ് നമ്മളിവിടെ. ഒരു ചെറിയ സങ്കല്പം മുന്നോട്ട് വെച്ചപ്പോൾ തന്നെ കേരളത്തിലെ എല്ലാ പരമ്പരകളും അത് ഏറ്റെടുത്തു എന്നുള്ളതാണ്. ഇത് പ്രകൃതിയും കാലവും പരമ്പരയും നിശ്ചയിച്ച ഒന്നാണ് എന്നതിൻ്റെ സാക്ഷ്യം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി വളരെ ചെറിയ രീതിയിൽ തുടങ്ങി വയ്ക്കാൻ ആഗ്രഹിച്ച ഇതിനെ ലോകം തന്നെ ശ്രദ്ധിക്കുന്ന, വിദേശങ്ങളിൽ നിന്ന് പോലും ഇപ്പോൾ വളരെ കുറച്ചാണെങ്കിൽ പോലും ആളുകൾ ഇവിടേക്ക് വരുന്നുണ്ട്. ലോകം തന്നെ ശ്രദ്ധിക്കുന്ന ഒന്നായി മാറിക്കഴിഞ്ഞു. എല്ലാ വർഷവും പ്രയാഗ്രാജിൽ നടക്കുന്ന പോലെ, പ്രയാഗ്രാജിൽ ഇപ്പോൾ ജനുവരി 3 മുതൽ ഫെബ്രുവരി 15 വരെ, ഇതാണ് പൂർണ്ണമായിട്ടും മാഘത്തിൻ്റെ ആ വിശേഷപ്പെട്ട കാലം. നമ്മൾ ഈ വർഷം അത് തുടക്കം എന്നുള്ള നിലയിലാണ്, ഒരു പക്ഷം എന്നുള്ള നിലയിൽ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ അത് നടക്കുകയാണ്. ഇതിനകം തന്നെ 10 കോടിയിലേറെ ആളുകളാണ് അവിടെ സ്നാനം ചെയ്ത് കഴിഞ്ഞത്. ആ മാഘത്തിൻ്റെ സമയത്ത് ദിവസവും തീർത്ഥസ്നാനം ചെയ്ത് ജപപാരായണാദികളിലെ അനുഷ്ഠാനങ്ങളിൽ ഏർപ്പെടുന്നതിന് ബ്രഹ്മദേവന്റെ ഒരു കൽപ്പം തപസ് ചെയ്താലുള്ള ഫലം എന്നാ പറയുക, കൽപ്പവാസം ചെയ്യുക എന്നാണ് പറയുക. അങ്ങനെ ചെയ്യുന്ന ആളുകളെ കൽപ്പവാസികൾ എന്നാണ് പറയുക. തിരുനാവായയിൽ 12 വർഷം കൂടുമ്പോഴുള്ള വിശിഷ്ടമായിട്ടുള്ള സമയം 2028
വ്യാഴം ചിങ്ങരാശിയിലേക്ക് വരുന്ന സമയം മാഘമാസത്തിൽ സിംഹസ്ഥ എന്ന് പറയും. ഉജ്ജയിൻ കുംഭമേളയുടെ സമയം കൂടിയാണത്. അത് ഇന്ന് കേരളത്തിലെ എല്ലാ പരമ്പരകളുമാണ് ഇവിടെ ചേരുന്നത് എന്നുണ്ടെങ്കിൽ 28-ലാവുമ്പോഴേക്കും ഭാരതത്തിലെ എല്ലാ പരമ്പരകളും ഇവിടെ എത്തിച്ചേരണം എന്നുള്ള സങ്കല്പവുമായിട്ടാണ് ഈ മാഘം ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഈ മാഘമഹോത്സവ വേദിയിലേക്ക് വലിയ ഉപാസകരെ, ധാരാളം ഉപാസകരെ ഭഗവത് ചൈതന്യത്തിന്റെ മാർഗത്തിലേക്ക് നയിക്കുന്ന ഒരു നാഥന്റെ നേതൃത്വത്തിൽ വലിയൊരു സത്സംഗത്തിനായി, സാധനയ്ക്കായി, മാഘം ചെയ്യുന്നതിനായി, നിങ്ങളുടെ പരമ്പരയുടെ മാഘം ചെയ്യുന്നതിനായി ഇവിടെ എത്തിച്ചേർന്ന എല്ലാ സജ്ജനങ്ങൾക്കും ഈ തീർത്ഥത്തിൻ്റെയും ദേവതകളുടെയും ഗുരുപരമ്പരയുടെയും എല്ലാ അനുഗ്രഹവും ആശംസിക്കുന്നു. ഭാരതത്തിലെ പ്രാചീനമായ നാഗാസന്യാസി പരമ്പരയുടെ എല്ലാ ആശീസ്സുകളും നിങ്ങൾക്ക് എവർക്കും അർപ്പിക്കുന്നു. ഓം ശാന്തി ശാന്തി ശാന്തി. മഹാമാഗ ഓഫീസുമായി ബന്ധപ്പെടുക. ഒരു ലൈനിലേക്ക് കിട്ടിയിട്ടുണ്ട്. തപോവൻ കുടുംബാംഗങ്ങളുടെ സമൂഹ ലളിതാ സഹസ്രനാമ പാരായണവും തുടർന്ന് ഉണ്ടായിരിക്കും. ഒരു സാധകന് ഒരേ സമയം ജീവിത വിജയവും ആത്മീയ സാക്ഷാത്കാരവും നേടിയെടുക്കാൻ സഹായിക്കുന്ന അതിവിശിഷ്ടമായ പഞ്ചകോശ ശുദ്ധി സാധന എന്ന ശ്രീവിദ്യയിൽ ഊന്നിയ എല്ലാവരുടെയും പേരിൽ ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുക. മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. അഘോരി എന്ന് പറയുന്ന അതിവിശിഷ്ടമായ മലയാളത്തിലെ ഏറ്റവും പ്രോജ്വലമായ ഭാരതം കണ്ട രാമായണവും മഹാഭാരതവും പോലെ തന്നെ ഭാരതത്തിൽ എല്ലാവരും ഇനിയും വാഴ്ത്തി സ്തുതിക്കാൻ സാധ്യതയുള്ള ഒരു പുസ്തകമുണ്ട്. മഹാകാല രഹസ്യം എന്നറിയപ്പെടുന്ന അഘോരി എന്ന് പറയുന്ന പുസ്തകം. അതിവിശിഷ്ടമായ ആ പുസ്തകത്തിന്റെ രചന നടത്തിയതും നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഈ ബ്രഹ്മശ്രീ ശ്രീധരൻ നമ്പൂതിരി അവർക്ക് തന്നെയാണ്. അദ്ദേഹത്തിന് വേണ്ടി അവർ പുസ്തകം എഴുതിയത് മാത്രമല്ല, നമ്മൾ ഓർമ്മിക്കേണ്ടത് 1962 കാലഘട്ടത്തിൽ ഇന്ത്യ ചൈന യുദ്ധത്തിൽ ചൈനക്കാരെ പരാജയപ്പെടുത്തിയത് ശരിക്കും നമ്മുടെ ഭാരതത്തിലെ പട്ടാളക്കാർക്ക് മാത്രമല്ല, അതിനുപരി ഈ അഘോരി എന്ന് പറയുന്ന സന്യാസി വര്യന്മാരാണ്. അവരുടെ പാതാരബിന്ദങ്ങളിലാണ് നമ്മൾ നമസ്കരിക്കേണ്ടത്. ഈ പുണ്യവേളയിൽ, ഈ മാഘ മഹോത്സവത്തിൽ നമുക്കും ഓരോരുത്തരും, നമ്മുടെ ഓരോരുത്തരും ഇവിടെ എത്തിച്ചേർന്ന ഓരോരുത്തരുടെയും പേരിൽ, തപോവൻ കുടുംബാംഗങ്ങളുടെ പേരിൽ ഒരു നന്ദി കൂടി അറിയിച്ചുകൊണ്ട് നമ്മുടെ ഈ സത്സംഗത്തിനായിട്ട് നമ്മുടെ ആത്മീയ ആചാര്യനായ ബ്രഹ്മശ്രീ ശ്രീധരൻ നമ്പൂതിരി അവരുടെ ആദരവോടുകൂടി നിങ്ങൾക്ക് ഏവർക്കും നല്ല കൈയോടുകൂടി അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം. ഓം സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമം സുരാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര ശ്രീലതാംബ ഗുരുപാദുകം പൂജയാമി. ശ്രീ സജ്ജനങ്ങളായ മഹാമാഹത്തിലേക്ക് എത്തിച്ചേർന്ന എല്ലാ ഈശ്വരോപാസകരായിട്ടുള്ള പ്രേമസ്വരൂപരായ സജ്ജനങ്ങൾക്ക് ഈ ഒരു സത്സംഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. നമുക്ക് മഹാഭാഗ്യമുള്ള ദിവസമാണ് എന്നിവിടെ എത്തിച്ചേരാനും സ്നാനത്തിൽ അതുപോലെ ഇങ്ങനെയുള്ള സത്സംഗത്തിനൊക്കെ കൂടാനും ഒക്കെ നമുക്കെല്ലാം ഭാഗ്യം ലഭിക്കുന്നത് ആദിപരാശക്തി മഹാത്രിപുരസുന്ദരിയുടെ അനുഗ്രഹം കൊണ്ടാണ്. ആ പാദങ്ങളിൽ നമസ്കരിക്കുന്നു. ചുരുങ്ങിയ വാക്കുകളിൽ നമ്മുടെ ഒരു സന്തോഷം ഷെയർ ചെയ്യുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. പഠിപ്പിക്കാനുള്ള അറിവുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ചിലത് കൊടുക്കൽ വാങ്ങലുകൾ ഷെയർ ചെയ്യുകയാണ് സത്സംഗത്തിലൂടെ ചെയ്യാറ്. എന്നേക്കാൾ അറിവുള്ള ഒരുപാട് ആളുകൾ ഈ വേദിയിലുണ്ടാകും. അപ്പോൾ അവരുടെ അനുഗ്രഹം എനിക്കും ലഭിക്കും എന്നുള്ളത് കൊണ്ടാണ് ഈ യജ്ഞവേദിയിൽ
എത്തിച്ചേർന്നത്. മഹാഭാരത യുദ്ധത്തിലെ കീരിയുടെ കഥ നമ്മളെല്ലാം കേട്ടിട്ടുണ്ടാവും അല്ലേ? യുധിഷ്ഠിരൻ യാഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കീരി, പകുതി സ്വർണ്ണ നിറമായിട്ടുള്ള ഒരു കീരി അവിടെ വന്ന് ഉരുളുകയാണ്. എച്ചിലകൾ, ബ്രാഹ്മണർ കഴിച്ച എച്ചിലുള്ള ഉരുളുകയാണ്. അപ്പൊ ഈ കീരി സംസാരിക്കുന്നു. അപ്പൊ സ്വാഭാവികം അതുമായിട്ട് അത് സംസാരിക്കുന്ന നമ്മൾ കീരി സംസാരിക്കുന്നു പറഞ്ഞു. കീരിയോട് സംസാരിക്കുന്ന എന്താണെന്ന് വെച്ചപ്പോൾ കീരി പറയുന്ന ഇതാണ്: ഇതൊക്കെ എന്തൊരു യജ്ഞമാണ്, ഇതൊന്നും ഒരു യജ്ഞമേ അല്ല. അന്ന് ആ ബ്രാഹ്മണ കുടുംബം നടത്തിയ യജ്ഞത്തിനോളം വരത്തില്ല ഈ ഒരു യജ്ഞവും. അതെന്താണ് എന്ന് ചോദിക്കുമ്പോൾ കീരി പറയാണ്, അതോ എന്ന് ഈ പകുതി സ്വർണമായതിന്റെ കാര്യം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതെന്താണ്? അത് ഒരു ബ്രാഹ്മണ കുടുംബം ഭയങ്കര ദാരിദ്ര്യത്തിലായിരുന്നു. അപ്പൊ ഭക്ഷണം കൊണ്ടുവച്ച് ഭക്ഷണം കിട്ടിയില്ല, വളരെ കുറച്ച് ഭക്ഷണം കിട്ടിയിട്ടുള്ളൂ, 2 ദിവസമായിട്ട് കഴിച്ചിട്ടുമില്ല. അങ്ങനെ വളരെ വിഷമിച്ച് ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയത്ത് ഒരു അതിഥി അവിടെ വന്നു. ആ അതിഥി ദേവോ ഭവ എന്നാണ് ഭാരതീയ സംസ്കാരം പറയുക. അപ്പം ആ അതിഥി വന്നപ്പോ അതിഥിയെ വിളിച്ചിരുത്തി. അപ്പൊ അദ്ദേഹത്തിന് വിശക്കുന്നു, ഭക്ഷണം വല്ലതും ഉണ്ടോ എന്നുള്ള രീതിയിൽ നോക്കി. അപ്പൊ സ്വാഭാവികമായിട്ടും ഭാര്യയോടൊക്കെ ഈ കാരണവർ വന്ന് പറഞ്ഞു, എന്ത് ചെയ്യും, ഭക്ഷണം വളരെ കുറച്ചേ ഉള്ളൂ, നമുക്ക് കൊടുക്കാം, എന്തായാലും അതിഥിയല്ലേ പ്രധാനം. ഭക്ഷണം കൊടുത്തു. അത് അദ്ദേഹത്തിന് ഒട്ടും തികഞ്ഞില്ല. വിരൽ നക്കി തോർത്തു വന്നിങ്ങനെ നക്കി തുടക്കിയാണ്. പിന്നെയും ഭക്ഷണം വിശന്നിട്ട് മാറിയിട്ടില്ല എന്നുള്ളത് മനസ്സിലായി. അപ്പം ഭാര്യ പറഞ്ഞു, എൻ്റെ പങ്കും കൂടെ കൊടുക്കാം. അങ്ങനെ അതും കൊടുക്കുകയുണ്ടായി. അതും കൊടുത്ത് അതും കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ തീർന്നു. അത് കഴിഞ്ഞപ്പോൾ കുട്ടികൾക്കുള്ളതാണ്. അവർ വിശന്ന് കരുതിക്കൊണ്ടിരിക്കാൻ ആൾറെഡി 2 ദിവസമായിട്ട്. അത് എങ്ങനെ കൊടുക്കും? അത് കൊടുക്കാം എന്ന് പറഞ്ഞ് കുട്ടികളുടെയും കൂടെ കൊടുത്തു. അത് കഴിഞ്ഞും പിന്നെ നക്കി തുടക്കിയാണ്. പതുക്കെ ഈ ബ്രാഹ്മണനും പത്നിയും വന്നിട്ട് കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, ഇനിയും ഭക്ഷണം തരാൻ ഞങ്ങളുടെ കയ്യിലില്ല. ഞാൻ അടുത്ത സ്ഥലത്തേക്ക് വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി ഒന്നുകൂടെ വിഷയാദിച്ച് നോക്കാം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം, ഞങ്ങൾക്ക് തരാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഭഗവാൻ തന്നെ വേഷം മാറി വന്നതായിരുന്നു. ആ ഭഗവാൻ അവരെ ഉടലോടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി ആ കുടുംബത്തെ മുഴുവൻ എന്നാണ് പറയുന്നത്. ഇവർ ഈ ഭക്ഷണം കഴിച്ച് ഇദ്ദേഹം ഈ ഭക്ഷണം കഴിച്ചിട്ട് അവിടെ കിടന്ന എച്ചിലിൽ പോയി ഈ കീരി ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. പോയി ഉരുണ്ട് ഇപ്പൊ പകുതിയട സ്വർണ്ണ നിറമായി മാറി. ബാക്കിയുള്ള ഏതെങ്കിലും യജ്ഞങ്ങളിൽ ചെന്ന് ഇതുപോലെ എച്ചിലുണ്ട് ബാക്കി പോർഷനുകൾ സ്വർണ്ണമാക്കി മാറ്റാൻ പറ്റുമോ എന്ന് അന്വേഷിച്ചിട്ടാണ് ഈ കീരി ഉരുണ്ടുകൊണ്ടിരുന്നത്. ആ യജ്ഞത്തിന്റെ അത്രയും വലിയ യജ്ഞം ലോകത്തില്ല. കാരണം ഇതുവരെ സ്വർണ്ണമായി കിട്ടിയില്ലേ. ബാക്കി എല്ലാ യജ്ഞങ്ങളിലും പോയിട്ട് ആത്മാർത്ഥമായിട്ട് നമ്മുടെ ഉള്ളിലെ സ്നേഹം എന്ന് പറയുന്ന വികാരം, അത് ഓഷോ പറയുന്നത് ഒരു ബുദ്ധന്റെ സ്നേഹവും ഒരു സാധാരണ വ്യക്തിയുടെ സ്നേഹവും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്നാണ്. ഒരു ബുദ്ധന്റെ സ്നേഹം പുഷ്പം സുഗന്ധം ചൊരിയുന്ന പോലെയാണ്. ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടല്ല, സ്വാർത്ഥത നിറഞ്ഞതല്ല. ഒരു വ്യക്തിയോടുള്ള സ്നേഹത്തിന് കണ്ടീഷൻസ് ഉണ്ടാവും. എനിക്ക് അത് ചെയ്ത് തന്നാ ഞാൻ ഇത് ചെയ്ത് തരാം, അല്ലേ? ഒരു കുഞ്ഞിന് അമ്മയോട് തരുന്ന നിസ്വാർത്ഥമായിട്ടുള്ള സ്നേഹമാണ്, അല്ലേ? പക്ഷെ ഭാര്യയ്ക്ക് ഭർത്താവിനോടോ ഭർത്താവിനോട് ഭാര്യയ്ക്കോ തോന്നുന്നതോ അതിൽ കണ്ടീഷൻസ് ഉണ്ട്. ഇല്ല, അങ്ങനൊന്നുമില്ല. എങ്കിൽ ഒന്നും കൂടുതൽ ആ ഒരു പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ കൊടുക്കുന്ന നിർത്തി നോക്കണം. അതെ, അല്ലേ? ചേട്ടാ പോകണ്ട, ഗൾഫിൽ പോകണ്ടെന്ന് പറയും എല്ലാ പ്രാവശ്യം വരുമ്പോഴും. പക്ഷേ ഒരു പ്രാവശ്യം വന്നപ്പം ഭർത്താവ് പറഞ്ഞു, നിന്റെ ഇഷ്ടപ്രകാരം ഞാൻ പോകുന്നില്ല എന്ന് വെച്ചു. പിന്നെങ്ങനെ മാറും, അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയാണ്. അപ്പം കണ്ടീഷൻസിലൂടെ ഉള്ള സ്നേഹത്തില് ഈശ്വരൻ നമ്മളിലേക്ക് അവതരിക്കില്ല. കാരണം അവിടെ വ്യക്തിത്വമുണ്ട്. പല വിധത്തിലുള്ള ബാധോപദ്രവങ്ങളൊക്കെ ശരീരത്തിൽ വന്ന പല വിധത്തിലുള്ള കേസുകള്, സൈക്കോളജിക്കലായിട്ടുള്ള ട്രീറ്റ്മെന്റ് എല്ലാം കൊടുത്തിട്ട് മാറാത്ത കേസുകള് നമ്മൾ ഭാരതീയ ചിന്താധാരകളിലുള്ള മന്ത്രവാദത്തിലൂടെ സ്വർഷണോമം നടത്തിയ ബാധകളെയൊക്കെ ആവാഹിച്ച് മാറ്റുമ്പോൾ ഇത് വെളിയിൽ വന്ന് സംസാരിക്കുന്ന വീഡിയോസ് ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്.
നിങ്ങൾ എനിക്ക് പലരും കണ്ടിട്ടുണ്ടാവും. വെളിയിൽ വന്നിട്ട് വേറെ ആളായിട്ട് സംസാരിക്കും. 15 വർഷം 20 വർഷമായിട്ട് ഈ വ്യക്തിയെ മുദ്രയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ സൈക്കോളജിയിലെ ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ എന്നാണ് പറയുന്നത്, സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി എന്ന് പറയും. പക്ഷെ ഇത് അപൂർവമായ സംഗതിയല്ല, മിക്ക ആളുകൾക്കും ഇതുണ്ടാവും. കാരണം ചില ആളുകളുടെ മാത്രം പുറത്തു വരുന്നു എന്നുള്ളത് നമ്മളിങ്ങനെ എടുക്കുമ്പോൾ. കാരണം അവന് ദേഷ്യം വന്നാൽ കണ്ണ് കാണത്തില്ല എന്ന് പറയത്തില്ലേ, ദേഷ്യം വന്നാൽ അവന് കണ്ണ് അതൊക്കെ ഈ സാധനമാണ്, അറിയുന്നില്ലെന്നുള്ളൂ. ഫുൾ പൊസഷൻ ഹാവ് പൊസഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് വെളിയിൽ വന്നിട്ട് പല വിധത്തിലുള്ള രോഗങ്ങൾ, സ്കിസോഫ്രീനിയ, ബൈപ്പോളർ ഡിസോർഡർ, അതുപോലെയുള്ള കുണ്ടലിനി സിൻഡ്രോം പോലുള്ള രോഗങ്ങള്. അപ്പൊ തെറ്റായ ധ്യാനങ്ങൾ ചെയ്തിട്ട് ആളുകൾക്ക് പല വിധത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ, വയറിന് പ്രശ്നം, ഷോൾഡർ പെയിൻ, തലവേദന, ഇതൊക്കെ കോമൺ ആയിരിക്കും. ബാധയുള്ള ആളുകൾക്ക് വയറിന് പ്രശ്നം, ഷോൾഡർ പെയിൻ, തലവേദന കോമൺ ആയിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളെ മാറ്റാനുള്ള ഏറ്റവും വലിയൊരു ഒറ്റമൂലിയാണ് ഈശ്വരോപാസന, ദേവി ഉപാസന. എന്റെ ഇല്ലത്തിനടുത്തുള്ള കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം 5000 കൊല്ലമായിട്ട് നടന്നു വരുന്ന ഒരു ക്ഷേത്രമാണ്. പുതുക്കി പണിഞ്ഞിട്ടാണ്, ഒറിജിനൽ കാലയളവ് അറിയില്ല. കേരളത്തില് 5000 കൊല്ലമായിട്ട് ജോലി ചെയ്ത് ശമ്പളം വാങ്ങിക്കുന്ന ഒരു സ്ഥാപനം സമരവും ലീവും ഇല്ലാതെ നടക്കുകയാണെങ്കിൽ ലോക മഹാത്ഭുതം അതല്ലേ അല്ലേ? അത്ര അത്ഭുതമല്ലേ? ആലോചിച്ചോക്കെ, എന്തെങ്കിലും പ്രയോജനമില്ലാതെ നടക്കുമോ? അപ്പം ഏത് രൂപത്തിലായാലും മതി, ഈശ്വര ഉപാസന സ്ട്രോങ് ആയിട്ട് ചെയ്യാൻ ഇന്ന് നമ്മള് മടിച്ചിരുന്ന ഒരു കാലഘട്ടം, മടിച്ച ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി വരാൻ പോവാണ്. കാരണം ഇതൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് തെളിഞ്ഞു. കൃത്യമായി നമ്മുടെ നാമജപം പോയതാണ് ഭാരതത്തിലെ, കേരളത്തിലെ വിശേഷിച്ചും. കേരളം മാത്രമാണ് ഇത്രയും പ്രശ്നം. കേരളത്തിൽ ആ നാമജപം പോയതോടുകൂടി ഏറ്റവും കൂടുതലും ഹിന്ദുക്കൾക്കാണ് ഏറ്റവും കൂടുതലും പ്രശ്നങ്ങൾ സഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടായാലും രോഗങ്ങളായാലും ദുരിതങ്ങളായാലും. കാര്യം എന്താണ്? ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും അവന്റെ പ്രാർത്ഥന കഴിഞ്ഞിട്ടേ ബാക്കിയെല്ലാം ഉള്ളൂ. നമുക്ക് എല്ലാം കഴിഞ്ഞ് സമയം ഉണ്ടെങ്കിൽ കുറച്ചു നേരം പ്രാർത്ഥിക്കാമെന്നുള്ളതാണ്. അപ്പൊ ഈ നെഗറ്റീവ് എനർജീസ് നമ്മളുടെ ബ്രെയിൻ ന്യൂറോ കെമിക്കൽസിനെ ഇൻഫ്ലുവൻസ് ചെയ്യും ഫാസ്റ്റ് ആയിട്ട്. ഈ ബ്രെയിൻ ന്യൂറോ കെമിക്കൽസിനെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ് നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇമോഷൻസിനെ നിയന്ത്രിക്കുന്നത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ്. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ ചേഞ്ച് ആക്കുന്നത് നമ്മുടെ ഇമോഷൻസ് ആണ്. അങ്ങനെയും പറയും. ഈ ഇമോഷൻസിനെ എന്താണ് കൺട്രോൾ ചെയ്യുന്നത്? ആർക്കിടൈപ്പ് ആണ്. എന്താണ് ആർക്കിടൈപ്പ് എന്ന് പറഞ്ഞാല് 5 ഇന്ദ്രിയങ്ങളിലൂടെ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാക്കുന്ന ഇമേജസ് ഉണ്ടാക്കുന്ന ഇമോഷൻ ചേഞ്ച്, ആ കെമിക്കൽ ചേഞ്ച്, അതാണ് ആർക്കിടൈപ്പ്. പ്രോഗ്രാംസ് കാളിയും സൈക്കോളജിയും. ആർക്കിടൈപ്സ് ആണ് പേഴ്സണാലിറ്റിയുടെ പില്ലേഴ്സ് എന്ന് പറയും. എന്താണ് ആർക്കിടൈപ്പിന്? വളരെ സിമ്പിൾ ആയിട്ട് പറയാം. നമ്മൾ ഒരു വീട്ടിലോട്ട് വരുമ്പോൾ ഒരു 3 പട്ടി അവിടെ 3 പേരമർക്കാർ വരുവാണ്. ഒരു പട്ടിയെ കട്ടിയുള്ള തുടലിട്ട് കെട്ടിയിട്ടേക്കും. പക്ഷെ ഒരാൾ അവിടെ നിൽക്കും, മറ്റേ 2 പേർക്ക് അങ്ങോട്ട് വരാൻ പറ്റത്തില്ല. വരാൻ പറഞ്ഞാലും പറ്റൂല. കാര്യം എന്താ? എപ്പോഴും അതിൽ പട്ടിയിട്ട് ഓടിച്ചപ്പോ പട്ടിയുടെ കാഴ്ച, കേൾവി, കൊര, ശബ്ദസ്പർശ, ഗന്ധ, രൂപരസങ്ങളിലൂടെ ഉള്ളിൽ ഒരു കെമിക്കൽ ചേഞ്ച്, അഡ്രിനാലിൻ എന്നുള്ള ന്യൂറോ കെമിക്കൽ കോമ്പിനേഷൻ, അഡ്രിനാലിൻ കൂടെ റിവേഴ്സ് ചെയ്തിട്ട് ഒരു പ്രോഗ്രാം ഉണ്ടാകും. എപ്പോ പട്ടി വന്നാലും ഓടണം. ഇതാണ് ബ്രെയിനിൽ കിട്ടുന്ന മെസ്സേജ്. പട്ടിയുടെ കുറെ കേട്ടാലും ഒക്കെ സിമ്പത്തറ്റിക് സിസ്റ്റം ആക്റ്റീവ് ആയിട്ട് ബോഡിയിൽ ഹാർട്ട് കൂടും. എന്നിട്ട് ഈ സിസ്റ്റം മുഴുവൻ അത് കാണിക്കും. അവിടെ വിദ്യാഭ്യാസമുള്ള ആളായിരിക്കും, മോട്ടിവേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. എന്തിനാ പേടിക്കും, നിങ്ങ് പോരെ. പക്ഷെ അവിടെ നിൽക്കുക, പട്ടി കുറച്ചുകൊണ്ടിരിക്കുകയാണ്, വരാൻ പറ്റില്ല. കണ്ടിട്ടില്ല ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല. അതാണ് ഹാർട്ട് ബീറ്റ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റണ്ടേ? സിമ്പൽ സിസ്റ്റം ആക്റ്റീവ് ആയി, പാരാസിമ്പൽസ് ആക്റ്റീവ് ആവണം. അതിന് പറ്റത്തില്ല. കാരണം ഈ ആർക്കിടൈപ്പ് ഉള്ളിൽ കിടക്കുകയാണ്. പക്ഷെ ലോജിക്കലി നോക്കിയ കുഴപ്പമില്ല, അങ്ങോട്ട് വരാമെന്നുള്ളൂ. പട്ടി കളിക്കത്തില്ല, ചങ്ങലയിട്ടേ. മറ്റേ ആളുകളുടെ വീട്ടിൽ പട്ടിയുണ്ട്, അവർ നട്ടുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന പട്ടി, അവരുടെ ഉള്ളിൽ ഡോപ്പമിൻ ഉണ്ടാകുന്നത്, പോസിറ്റീവ് സ്നേഹത്തിന്റെ കെമിക്കൽ ഉണ്ടാകുന്നു. അപ്പൊ സെയിം സ്റ്റിമുലസ് ആൻഡ് ഡിഫറെന്റ് റെസ്പോൺസ് എന്ന് സൈക്കോളജി പറയും. ഒരേ സ്റ്റിമുലസ് ആണ്, ഒരേ പട്ടിയുടെ പുറയാണ് കേട്ടത് കണ്ടത്, പക്ഷെ ഡിഫറെന്റ് ആർക്കിടൈപ്പ് ആണ് ഇവരുടെ ഉള്ളിലുള്ളത്. ഈ ആർക്കിടൈപ്പ് അനുസരിച്ചാണ് നമ്മളുടെ ബിഹേവിയറിനെ എല്ലാം നിയന്ത്രിക്കുന്നത്. വിജയവും പരാജയം, ഫ്രീക്വൻസി, ബ്രെയിൻ കെമിക്കൽ ഫ്രീക്വൻസി, ഒരാളുടെ പെരുമാറ്റം എല്ലാം നെഗറ്റീവ് ആയിരിക്കും. ചിലത് ഇതൊന്നും ശരിയാവത്തില്ല, അത് ശരിയാവത്തില്ല, നാളെ ശരിയാവത്തില്ല, ഞാൻ ശരിയാവത്തില്ല, നിങ്ങൾ ശരിയാവത്തില്ല, ഇങ്ങനെ പറഞ്ഞിരിക്കും. ചിലരാണെങ്കിൽ എപ്പോഴും നല്ലതായിരിക്കും. എല്ലാവരും പ്രസന്റ് ചെയ്ത ഭാഗമായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവരോട് നമ്മൾ പറയാം, നിങ്ങൾക്ക് ഈ പറഞ്ഞത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പരിഹാരം ചെയ്യൂടെ, നിങ്ങളുടെ പ്രശ്നം മാറൂലേ. അപ്പൊ അവരെന്ത് പറയും? അതിന് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ ആ കുഴപ്പമുണ്ട്, ഇങ്ങനെ ഒരു ഗുണമല്ലേ, അതല്ലേ കാണണ്ടേ, അതല്ലേ നമ്മൾ ചെയ്യണ്ടേ. അത് കറക്റ്റാണ്.
പക്ഷേ അതിന് ഇങ്ങനൊരു പ്രശ്നമാണ്. ഈ പ്രശ്നത്തിലാണ് ശ്രീധരൻ കണ്ണ് മുഴുവൻ താഴ്ത്താഴ്ത്തായിട്ട് പോകും. ആണ് ഈ കെമിക്കൽ ചേഞ്ച് ഉണ്ടാക്കുന്നത് ഈ നെഗറ്റീവ് വൈബ്രേഷൻസ് ആണ്, ആർക്കിടൈപ്പാണ്, മരിച്ചുപോയ മനുഷ്യരുടെ ആർക്കിടൈപ്സ് ആണ്. അതാണ് ഈ പുറത്ത് വന്ന് ചിലപ്പോൾ സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞ യൂട്യൂബിൽ ഫേസ് മറച്ചിട്ടുണ്ടെന്ന് പറയും. ഇതുള്ളിൽ കിടക്കുമ്പോൾ എത്ര എന്തൊക്കെ ചെയ്താലും അവിടെ വ്യക്തി പിടിക്കുകയില്ല. കൈ ഇങ്ങനെ കട്ട് കളിച്ച് പറയും. കാരണം അറിയത്തില്ല, വയറിന് പ്രശ്നം, ഷോൾഡർ പെയിൻ, ഉറക്കം ഇല്ല രാത്രിയിൽ. ഈ എത്ര ബിസിനസ് ചെയ്തിട്ട് കസ്റ്റമറൊക്കെ പിണങ്ങി പോകും. കാര്യം എന്താ? 100 പേര് വന്നുകൊണ്ടിരുന്നവർക്ക് 30 പേരായി ഇയാളെ കൂടി എന്നപ്പോൾ. കാര്യം എന്താ? അവർക്ക് കിട്ടുന്ന നെഗറ്റീവ് വൈബ്രേഷൻസ്, എനർജി നെഗറ്റീവ് അവരുടെ ബ്രെയിൻ കെമിക്കൽസിനെ ചേഞ്ച് ചെയ്യുന്നു. ഇങ്ങനെയുള്ള സകല പ്രതിസന്ധികൾക്കുള്ള ഒറ്റമൂലിയാണ് ഈശ്വരോപാസന. എല്ലാവരും ഒറ്റമൂലിയില്ല. പ്രത്യേകിച്ച് ലളിത സഹസ്രനാമം ഡെയിലി ജീവിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒക്കുമ്പോഴൊക്കെ ജീവിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു അമൂല്യമായിട്ടുള്ള ഒരു സൊല്യൂഷനാണ്. ദേവി ഉപാസന ചെയ്യാമെങ്കിൽ അമ്മയുടെ ആർക്കിടൈപ്പ്, ഈ പട്ടിയുടെ കയറിയ റൂട്ട്, പട്ടിയുടെ എങ്ങനെയാ ഉള്ളിൽ കയറിയത്? കാഴ്ച, കേൾവി, സ്പർശം, മണം, രുചി 5 സെൻസിലൂടെയല്ല കയറിയത്. ഇമോഷൻ, ഭയമുള്ള ഇമോഷൻ. അതിന് പകരം മണിയടി, ധൂപം, ദീപം, കാഴ്ച, കേൾവി, സ്പർശം, മണം, രുചി, പായസം, പ്രസാദം. അമ്മ എന്നുള്ള സ്നേഹം, അമ്മയുടെ ആർക്കിടൈപ്പ്. അമ്മ സ്നേഹമാണ് നമ്മുടെ ഉള്ളിൽ. മുലപ്പാല് നാട്ടിൽ വരും. അപ്പൊ ആ ആർക്കിടൈപ്പ് ഉപയോഗിച്ച് പോസിറ്റീവ് ബ്രെയിൻ കെമിക്കൽസിനെ ബോധ മനസ്സിലേക്ക് ഇടിച്ചു കയറ്റാൻ പറ്റിയാൽ ഉറപ്പായിട്ടും ഇത് ചേഞ്ച് ആവും. നമ്മൾ അടുത്തോട്ട് വരുമ്പോൾ ആൾക്ക് നമ്മളോടൊരു ഇഷ്ടം തോന്നും, നമുക്കൊരു ഓറ ഉണ്ടാവും. അവിടെ ആരെ പ്രവർത്തിക്കുന്ന? ഈശ്വരനാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല, അവർക്കൊരു പോസിറ്റിവിറ്റി കിട്ടും. സോ നമ്മളോട് അടുത്തുന്ന ആൾക്കാർ കഥയൊക്കെ പറയാൻ പറഞ്ഞത് ഭയങ്കര പ്രശ്നമാണ്, അവർക്കൊരു പോസിറ്റിവിറ്റി കിട്ടും. അറിയാതെ പറയാൻ തുടങ്ങും. സോ നമ്മളെ ആൾക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ അവർക്ക് നമ്മളോട് പറയാം, ഇങ്ങനെ ഒരു അവസരമുണ്ട്, എനിക്ക് കയറുന്നു, ഒരു ജോലിയുണ്ട്, ഒരു വിസയുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ ഇത് തന്നെ വർക്കൗട്ട് ആവും. അതുകൊണ്ടാണ് പണ്ടുള്ളവർ പറഞ്ഞ വിളക്ക് എത്തിച്ച് സന്ധ്യക്ക് നാമം ചെയ്യും. പിന്നെ വേറെ പണിയൊന്നുമില്ല. പേഴ്സണാലിറ്റിന്റെ ആൾപോർട്ട് എന്നുള്ള സൈക്കോളജിസ്റ്റിന്റെ ഡെഫിനിഷൻ എന്താണെന്നറിയോ? പേഴ്സണാലിറ്റി ഈസ് എ ഡൈനാമിക് ഓർഗനൈസേഷൻ വിത്തിൻ ദ ഇൻഡിവിജ്വൽ സൈക്കോഫിസിക്കൽ സിസ്റ്റം വിച്ച് ഡിറ്റർമിൻസ് ഹിസ് അൾട്ടിമേറ്റ് ക്യാരക്ടറിസ്റ്റിക് ബിഹേവിയർ ആൻഡ് തോട്ട്. ഒരു പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം പേഴ്സണൽ വൈബ്രേഷണൽ ഫീൽഡുകളാണ് ചേരുന്നതാണ്. അതിനകത്ത് 60 നെഗറ്റീവ് ആണ്, നെഗറ്റീവായിട്ട് പെരുമാറും. 60 പോസിറ്റീവ് ആണ്, നല്ലതായിട്ട് പെരുമാറും. എക്സാമ്പിൾ 100% എടുത്താൽ ഇതിനകത്ത് കയറുന്ന അനുസരിച്ച് നമ്മുടെ വ്യക്തിത്വമൊക്കെ തീരുമാനിക്കുന്നത്. അവിടെ ഞാൻ വലിയ മിടുക്കനാണെന്ന് പറയുന്നു, എന്റെ വീട്ടിൽ സ്ത്രീ ഒരാൾ ഉപദ്രവിക്കുന്നു, വീടിന്റെ ഫ്രണ്ടിൽ, അത് അപ്പോഴാണെന്ന് ഞാൻ പറയുന്നു, എന്റെ പേഴ്സണാലിറ്റിയാണെന്ന് പറയും. പക്ഷേ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എന്റെ ആർക്കിടൈപ്പൽ സപ്പോർട്ട് ഉണ്ട്. ഞാൻ ഒച്ച വെച്ച എന്റെ ഭാര്യ ബന്ധുക്കളൊക്കെ വരുമെന്നുള്ള അവരുടെ 5 സെൻസിലൂടെ കയറിയ പ്രോഗ്രാംസ് എന്റെ ഉള്ളിൽ കിടപ്പുണ്ട്. അതെനിക്കൊരു കോൺഫിഡൻസ് കെമിക്കൽ ചേഞ്ച് തരുന്നോണ്ടാണ്. നേരെ മറിച്ച് ഇതേ ഞാൻ താലിബാനിലാണ് കണ്ടു, എന്തു പറ്റി എന്റെ പേഴ്സണാലിറ്റി മിണ്ടത്തില്ല, രണ്ടെണ്ണം കൊടുക്കാൻ പറയും. ഇത് സ്വാമി അങ്ങനെ പറഞ്ഞു, ഷേക്സ്പിയർ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുന്നൊക്കെ നമ്മുടെ ഈ ആർക്കിടൈപ്പൽ സാഹചര്യം അനുസരിച്ചിട്ടാണ്. കാരണം ഈ ഒരുപാട് കുറ്റം പറയുന്ന പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകൾ ഭരണപക്ഷത്ത് വരുമ്പോൾ അവരും ഈ ക്രൈമൊക്കെ തന്നെ കാണിക്കും. ആർക്കിടൈപ്പല്ല ഇതെല്ലാം. ഈ തിയറി എല്ലാം വരുന്ന ആർക്കിടൈപ്പിൽ നിന്നാണ്. ഈശ്വരൻ ഉണ്ടെന്ന്, ഈശ്വരൻ ഇല്ലെന്ന്, ഇതെല്ലാം വരുന്നത് ഈ ആർക്കിടൈപ്പ് നല്ലതാണ്, നല്ലതായിട്ട് പെരുമാറും, ഇല്ലെങ്കിൽ മോശമായി. അപ്പം ഈ ആർക്കിടൈപ്പിൽ മാറ്റം വരുത്തിയാണ് ഒരു ദേവി ഉപാസന സംഭവിക്കുന്നത്. ഒരു അമ്പലത്തിൽ പോയി തൊഴുമ്പോൾ, ഇതുപോലുള്ള കുംഭമേള പോലുള്ള സ്ഥലങ്ങളിൽ എത്തിച്ചേരുമ്പോൾ നമ്മുടെ 5 സെൻസിൽ കൂടെ ഈശ്വരൻ ഉള്ളിലേക്ക് കയറുക. ഈ എനർജി ചേഞ്ച് ചെയ്യും. ആർക്കിടൈപ്പിന്റെ ഉള്ളിലുള്ള പോസിറ്റീവ് ആർക്കിടൈപ്പ് റൈസ് ചെയ്യാൻ ഈ എനർജി ചേഞ്ചിന് പറ്റും. പ്രാണൻ എന്ന് വിളിക്കുന്ന അടിസ്ഥാന ഊർജത്തെ കുറിച്ച് പഠിക്കേണ്ടതിന്റെ ആവശ്യം. ഈ പ്രാണൻ അനുസരിച്ചിട്ടാണ് നമ്മുടെ ബ്രെയിൻ കെമിക്കൽ മാറുന്നത്. ആർക്കിടൈപ്പും അത് സയൻസ് പഠിച്ചു വരുന്നേ ഉള്ളൂ. പക്ഷെ നമുക്കിത് ഋഷിമാര് പണ്ട് മുതലേ അറിയാം. ഈ പ്രാണൻ ഇവിടെ വരുമ്പോ ഇവിടുത്തെ പ്രാണൻ, ഋഷിമാരുടെ ഇത്രയും സന്യാസി സമൂഹത്തിന്റെ പ്രാണൻ എടുക്കണം. പക്ഷേ വിദേശത്തു നിന്നുള്ള ആളുകൾ പറഞ്ഞെങ്കിലേ നമ്മൾ ഇതൊക്കെ വിശ്വസിക്കത്തുള്ളൂ. അങ്ങനെയല്ല. കാരണം നമ്മൾ മനസ്സിലാക്കണം, ഇവിടെയുള്ള മറ്റുള്ള രീതിയിലുള്ള മാധ്യമങ്ങളോ മറ്റു സംഭവങ്ങളുടെ പുറകെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കിത് കിട്ടൂല. ഇതുപോലുള്ള ലൈവായിട്ടുള്ള ഇതൊന്നും ഞാൻ എത്രയും വലിയൊരു പരിപാടി നടക്കുന്നത് നമ്മളാരും ടി വിയിൽ ആരും ഇതൊന്നും കാണുന്നൊന്നുമില്ല. ഉണ്ടോ? എത്ര പേര് എത്ര ചാനലുകളിൽ കണ്ടു, കവറേജ് കണ്ടു. സോ മറ്റൊരു വിഭാഗത്തിന്റെ പരിപാടിയാണെങ്കിൽ ഇവിടെ ഇഷ്ടം പോലെ കവറേജ് ആയിരിക്കും. ശരിയല്ലേ? അപ്പൊ നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമ്മളൊന്ന് സ്ട്രോങ് ആയിട്ട് നിന്നാൽ. പക്ഷെ നമ്മുടെ ഇടയിൽപ്പെട്ട ആളുകൾ തന്നെ നമ്മളിതിന് വാല്യൂ കൊടുക്കാതെ വരുമ്പോഴാണ്
പ്രശ്നം വരുന്നത്. അത് നമ്മൾ മാറ്റണം. ചെറിയൊരു എക്സാമ്പിൾ പറയാം, ശ്രദ്ധിച്ച് കേൾക്കണം. ബാബുസ്വാമി നന്നായിട്ട് നൃത്തം ചെയ്യും. ബാബുസ്വാമി എൻ്റെ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്. കണ്ടു? നാഥപരമ്പരയിലെ തമിഴ് സിദ്ധ പാരമ്പര്യത്തിലെ ദീക്ഷ എടുത്ത് ഉപാസിക്കുന്ന ഒരു ഗവൺമെന്റ് ജോലി ചെയ്ത് ആരുടെയും അവതാരത്തിൽ നിൽക്കാതെ ജോലി ചെയ്ത് നല്ലൊരു ഉപാസനായിട്ട് പോകുന്ന ഒരു മഹാനായ സ്വാമിജിയെ കുറിച്ചിട്ട് പറയുമ്പോൾ നമ്മളെ കൊണ്ട് ഇങ്ങനെ ചിരിപ്പിക്കുന്നത് ആരാണെന്ന് നമ്മൾ പഠിക്കണ്ടേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഗോപൻ സ്വാമി, നെയ്യാറ്റിൻകര ഗോപൻ സ്വാമി സമാധിയായി. അത് നമുക്ക് ചിരി. ഇതാരാണ് ചിരിപ്പിക്കുന്നത്? ആരാണ് ചിരിപ്പിക്കുന്നത്? ഇതിനൊക്കെ ഒരുപാട് ആളുകൾ പണം കൊടുത്ത് ഇരുത്തിയിട്ടുണ്ട്. ആ ഒരു പർപ്പസ്ഫുള്ളി നമ്മളെ കൊണ്ട് ചിരിപ്പിക്കുന്നതാണ്. അതെന്താ? നാടാർ സമുദായത്തിൽ നിന്ന് ഒരു സ്വാമി ചുമട്ട് തൊഴിലാളിയാണ്, സമാധിയായി. അയാളുടെ സമാധിക്ക്, അദ്ദേഹത്തിന്റെ സമാധി കുത്തി പുറക്കണം, വെളിയിൽ ഇറക്കണം, തലയിൽ ഇടിച്ചു പോന്നതാ, മക്കളെല്ലാം കൂടെ സമാധിയാക്കിയതാ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അവസാനം ആ ഡെഡ് ബോഡി വെളിയിലെടുത്ത് കൊണ്ടുപോയി പരിശോധിച്ചപ്പോ സമാധിയാണ്, നാച്ചുറലി സമാധിയായതാണ്. അതിങ്ങനെ സഹിക്കും. ഇവിടെ ബ്രാഹ്മണരും ഈഴവരും നായരും എല്ലാവരും കൂടെ തമ്മിലടിച്ചെങ്കിലല്ലേ ഇത് ഒന്നിക്കാതെ, ഇങ്ങനെയുള്ള അവസ്ഥകൾ ഇത് ഒന്നിക്കും. ഇങ്ങനെയുള്ള നടക്കാതിരിക്കാൻ വേണ്ടിയുള്ള പർപ്പസ്ഫുള്ളി ശ്രമങ്ങൾ, നല്ല നല്ല ഐഡിയൽസ് ഉണ്ടായി വരാതിരിക്കാനുള്ള ശ്രമങ്ങളുണ്ട്. ഇതിനെ നമ്മൾ തന്നെ ബോധപൂർവം ചെറുത്ത് തോൽപ്പിക്കണം. കാരണം ഒരിക്കലും ഒരു ഹിന്ദു സമാജത്തിന്റെ അല്ലാതെ മറ്റൊരു പള്ളിയിലെ ഇമാമിന്റെ പള്ളിയിലച്ഛന്റെ ഒരു സംഭവം വന്നാൽ അവരിങ്ങനെ ചിരിക്കുവോ? നമ്മളാണിത് ഷെയർ ചെയ്യുന്നത്. അല്ലെ വേണ്ട, നല്ല 3-4 പോസിറ്റീവ് കമന്റെങ്കിലും ഇടുമില്ല. നമ്മളും അത് നമ്മളെ പരിഹസിക്കാൻ വേണ്ടി ആക്റ്റീവായിട്ടേക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊന്നുമല്ല, ദേവി ഉപാസന ഇമ്പോർട്ടൻസ് ശ്രീലതാസുന്ദരിയാദി പരാശക്തിയെ നമ്മുടെ ഉള്ളിലേക്ക് ആവാഹിച്ചെടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ആർക്കിടൈപ്പൽ സപ്പോർട്ട് വളരെ വലുതാണ്. ഞാൻ ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ വിദേശ രാജ്യത്ത് ഒരാൾ ചോദിക്കുകയാണ്, എനിക്ക് അതുപോലെ ചില നാമങ്ങൾ പറഞ്ഞിങ്ങനെ വരികയാണ്. അപ്പൊ ലതാഫല കുജദ്വയി എന്നൊക്കെ പറഞ്ഞ ദേവിയുടെ സൗന്ദര്യം വർണ്ണിക്കുന്ന ഭാഗത്തെത്തിയപ്പോ ചോദിക്കുകയാണ്, അമ്മയുടെ സൗന്ദര്യം വർണ്ണിക്കുന്നത് ശരിയാണോ? നഗ്നത വർണ്ണിക്കുന്നത് ശരിയാണോ എന്നൊരു ചോദ്യം ഉണ്ടായി. ശരിയാണോ? അവിടെയാണ് ലളിതാ സഹസ്രനാമം അല്ലെങ്കിൽ ശ്രീവിദ്യാ പദ്ധതി അല്ലെങ്കിൽ നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിരുന്ന മനുഷ്യൻ 2 കാര്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കുടുങ്ങിക്കിടക്കുന്നത്. ഒന്ന് കാമം, സ്വാധിഷ്ഠാന ചക്രത്തിൽ പ്രാണമയ കോശത്തിൽ കുണ്ടലിനിയെ തളച്ചിടുന്നു. അവിടെ കടക്കാൻ ഏറ്റവും പാടുള്ളതാണ്. അപ്പോ ഒരു സ്ത്രീയെ കണ്ടാൽ ഒരു പുരുഷന്റെ ഉപബോധ മനസ്സിലെ ആർക്കിടൈപ്പ് എന്തായിരിക്കും ഉണർത്തുക? പട്ടിയുടെ കാര്യം പറഞ്ഞു, എല്ലാ ആർക്കിടൈപ്സ് ആണെന്ന് പറഞ്ഞു. ഒരു സ്ത്രീയുടെ സ്ട്രക്ചറലായിട്ടൊരു രൂപം കാണുമ്പോൾ പുരുഷന്റെ ഉള്ളിൽ കാമവികാരം ഉണരും. അത് കുണ്ടലിനി ശക്തിയാണ്. ഈ കുണ്ടലിനി ശക്തി ധ്യാനിക്കുന്ന ആളുകൾക്ക് കൂടുതലായിട്ട് ഉണരുമ്പോൾ, അയ്യോ ഇത്രയും നാളും എനിക്ക് കുഴപ്പമില്ല, ഇപ്പൊ എനിക്ക് എന്താ സെക്സ് കൂടുതലായിട്ട് വരുന്നേ, ആളുകൾ ചോദിക്കാറുണ്ട്. അത് വരും. കാരണം ഈ സെക്ഷൽ എനർജിയാണ് കുണ്ടലിനി എനർജി. അതിന് സ്വാധിഷ്ഠാനം കടന്ന് സുഷുമ്നയിലൂടെ സഹസ്രാരത്തിലേക്ക് വരുമ്പോൾ ആത്മീയ ഊർജ്ജം എന്ന് പറയുന്നേ ഉള്ളൂ. സെക്ഷൽ എനർജി തന്നെ അതാണ് ആദ്യം വരുന്നത്. അത് തെറ്റൊന്നുമല്ല. അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ് വിഷയം. ലൈംഗിക അവയവത്തിലൂടെ പുറത്തേക്ക് വിടണോ, സുഷുമ്നയിലൂടെ സഹസ്രാരത്തിലേക്ക് പോയി അതിനെ സമാധിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് ചോദ്യം. അവിടെ ഇത് ഹാൻഡിൽ ചെയ്യുന്നത് മിസ്റ്റേക്ക് വരുമ്പോഴാണ് തെറ്റായി ഇടമെങ്കള നാടുകളിലൂടെ ഉണർന്ന് ബാധകളിലേക്ക് എനർജി പോയിട്ട് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പാലാഴി മഥനം എന്ന് പറഞ്ഞാൽ അതാണ്. ഒരു ആമയുടെ മുകളിൽ, ആമ എന്ന് പറഞ്ഞാൽ 5 ഇന്ദ്രിയങ്ങളെ അകത്തേക്ക് വലിക്കുന്ന യോഗി ജപിക്കുന്നതാണ് ആംനായ മഥനം എന്ന് ശ്രീവിദ്യാ പദ്ധതി പറയും. ആംനായ മഥനം ജപമാണ്. മേരു നട്ടെല്ലാണ് പർവ്വതം. ഈ പർവ്വതം നട്ടെല്ലാണ്. വാസുകി കുണ്ടലിനി ശക്തിയാണ്. ദേവന്മാര് നല്ല ദേവതകള്, അസുരന്മാര് മുമ്പേ പറഞ്ഞ
പ്രേതബാധ, ശത്രുബാധ, അഭിചാരബാധ, ദോഷം. ഈ കുണ്ടലിന് റൈസ് ചെയ്തിട്ട് ഇത് ആദ്യം പോകുന്നത് മനസ്സ്. പതഞ്ജലി യോഗചിത്തവൃത്തി നിരോധന എന്ന് പതഞ്ജലി പറയുന്നു. മനസ്സിനെ സ്റ്റോപ്പ് ചെയ്യുന്നതാണ് യോഗം. മനസ്സിനെ സ്റ്റോപ്പ് ചെയ്ത് എന്ത് പറ്റും? മനസ്സിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നിയമങ്ങള് ആസനം കഴിഞ്ഞിട്ടാണ് പ്രാണായാമം പറയുന്നത്. എന്നിട്ട് വേണേൽ കുണ്ടലിന് റൈസ് ചെയ്യാം. മനസ്സിനെ സ്റ്റോപ്പ് ചെയ്യാനാണ് നിയമം. 10 യമങ്ങള് പതഞ്ജലി, 5 യമങ്ങൾ പതഞ്ജലിയും 5 നിയമങ്ങൾ പതഞ്ജലി പറയുന്നു. യാജ്ഞവൽക്യൻ 10 നിയമങ്ങളും 10 യമങ്ങളും പറയുന്നു. അഹിംസ, സത്യമസ്തേയം, ബ്രഹ്മചര്യം, ദയ, ആർജവം, ക്ഷമ, ധൃതമിതാഹാരം, ശൗചം, ത്വയേമാദശ, ഇങ്ങനെ 10 യമങ്ങള് യാജ്ഞവൽക്യൻ പറയുന്നു. 10 നിയമങ്ങള് യാജ്ഞവൽക്യൻ പറയുന്നു. തപസ്, സന്തോഷം, ആസ്തിക്യം, ദാനം, ഈശ്വര പൂജനം, സിദ്ധാന്ത ശ്രവണം ചെയ്യുക, ഹ്രീ മതിഷ്ഠ ജപോ വൃതം. ഇത്തരം 10 നിയമങ്ങൾ എന്തിനാണ്? ഇത് ഒന്ന് ശരീരത്തിനെ അടക്കാനും ഒന്ന് മനസ്സിനെ അടക്കാനും. ഈ മനസ്സിനെ അടക്കിയില്ലെങ്കിൽ ഈ കുണ്ടലിന് നേരെ മൈൻഡിലോട്ട് കയറിയിട്ട് സ്കിസോഫ്രീനിയ പോലുള്ള ബൈപോളർ ഡിസോർഡർ പോലുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നു. കാരണം ഈ മൈൻഡിലുള്ള ഹാലുസിനേഷൻസ് ഒക്കെ റിയൽ ആയിട്ട് തോന്നും. അതുവരെയുള്ള സ്ട്രെസ് ഒക്കെ കൂടെ വെളിയിൽ വരാൻ തുടങ്ങും. ഇത് സ്ട്രെസ് ഹാൻഡിലിംഗ് പറ്റാതെ വരും. അത് എല്ലാ ഓട്ടോമിൻ ഡിസീസിനെ കാരണമാകും. അപ്പൊ ആശുപത്രി ചെല്ലുമ്പോൾ അവർക്ക് അറിയാൻ വയ്യാത്തല്ല അവർ പറയും ഓട്ടോമിൻ ഡിസീസ് ആണ്, അല്ലെങ്കിൽ ജീനിനകത്തെ കുഴപ്പമാണ്. ജീനെ കുറിച്ച് നമുക്ക് വല്ലതും അറിയാം? എല്ലാവർക്കും അറിയത്തില്ല. പക്ഷെ പറയും അത് നമ്മളതിന് വേണ്ടത്തില്ല. അത് പറയുന്ന പൈസ കൊടുക്കും, ട്രീറ്റ് ചെയ്തുകൊണ്ടേക്കും, മാറത്തില്ല. 10 വർഷമോ 20 വർഷമോ. അങ്ങനെയല്ല. ഇതിൽ പലതും പാരമ്പര്യ രോഗങ്ങളുണ്ടാവാം, കുടുംബപരതയുടെ നഷ്ടം കൊണ്ടുള്ള രോഗങ്ങളുണ്ടാവാം. ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം. ഇതൊക്കെയുള്ള സൊല്യൂഷനാണ് എല്ലാ സത്സാമം ഉപാസന ചെയ്യുന്നത്. ഓട്ടോമിൻ ഡിസീസ് എത്ര മാറിയിട്ടുണ്ടെന്ന് അറിയാം. ശരിയായ രീതിയിൽ ഉപാസന ചെയ്യുന്നത്. തെറ്റായ ഉപാസനകൾ ഒരുപാട് നടക്കുന്നുണ്ട്. അത് കൂടുതൽ രോഗിയാക്കത്തേ ഉള്ളൂ. യൂട്യൂബിനൊക്കെ ഒരുപാട് വാരാഹി മന്ത്രങ്ങളൊക്കെ ഫ്രീ ആയിട്ട് ഇങ്ങനെ വലിയ വലിയ മന്ത്രങ്ങൾ കൊടുത്തിട്ട് അത് ജപിച്ചിട്ട് മാനസിക രോഗികളായി കൺസൾട്ടേഷൻ വരുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ ശരിയായ രീതിയിൽ ഉപാസിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ ഫലം തരും ഈ ലളിതാ സഹസ്രനാമ ജപം. അതിനാണ് നമ്മൾ ലളിതാ സഹസ്രനാമ ജപ യജ്ഞം തുടങ്ങിയിട്ടുള്ളത്. എല്ലാ ശനിയാഴ്ചയും നമുക്ക് ഗൂഗിളിലും നെറ്റിലും യൂട്യൂബിലുമായിട്ട് നമ്മുടെ എല്ലാവർക്കും പങ്കെടുക്കാം. ഒരു ശ്ലോകത്തിന്റെ അർത്ഥവും അരമണിക്കൂർ വ്യാഖ്യാനമായിട്ട് പറഞ്ഞിട്ട് അരമണിക്കൂർ ലളിതാസഹസ്രനാമ ജപവും എല്ലാ ശനിയാഴ്ച ഉണ്ടാവും. ഈ ജപം നിന്നു പോയതാണ് നമ്മുടെ പ്രശ്നം. തികച്ചു ഫ്രീ ആണ്. 1 രൂപ ചെലവാക്കേണ്ടതില്ല. ആ സമയത്ത് ലോകത്ത് എവിടെയായാലും അറ്റൻഡ് ചെയ്യാം. ഇത് നമ്മുടെ കടമയാണ്. ഇത് എന്റെ ഉത്തരവാദിത്വം, നമ്മുടെ എല്ലാ ഉത്തരവാദിത്വമാണെന്ന് മനസ്സിലാക്കി എല്ലാവരിലേക്ക് എത്തിക്കുക. അപ്പം ഇത് ആളുകൾ അറിവുള്ളവരായി മാറട്ടെ. അറിവ് കൊണ്ട് മാത്രമേ ഈ ബാധകളെ ഒഴിവാക്കാൻ പറ്റുള്ളൂ. അറിവുള്ളവന് ബോധം ഉണ്ടാവും, ബോധമുള്ളവന് ബാധയില്ല, ബാധയുള്ളവന് ബോധമില്ല. ആ ബോധം ഉണ്ടാക്കാനായിട്ട് മാക്സിമം അറിവുണ്ടാക്കണം. നീ സത്യജ്ഞാനം ആനന്ദം എന്ന് ഗുരുദേവൻ പറയുന്നു. സത്യമുള്ളവന്, സത്യസന്ധതയുള്ളവന് ജ്ഞാനം ഉണ്ടാവും, ജ്ഞാനമുള്ളവന് ബോധം ഉണ്ടാവും, ബോധമുള്ളവന് ആനന്ദം ഉണ്ടാവും, സച്ചിദാനന്ദം. അപ്പൊ ആ ദേവിയുടെ രൂപം വർണ്ണിക്കുമ്പോൾ അത് നഗ്നത വർണ്ണിക്കുന്നത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോ എന്താണ്? നമ്മുടെ ഉള്ളിലെ സ്ത്രീയുടെ ആർക്കിടൈപ്പ് മാറാതെ എന്നെങ്കിലും ഇത് കുണ്ടലിനി സ്വാധിഷ്ഠാനം കടന്ന് മേലോട്ട് വരുമോ? 6 വയസ്സുള്ള സ്ത്രീ 60 വയസ്സുള്ള സ്ത്രീ ഒരുപോലെ സെക്സ്വൽ ആയിട്ട് ചിന്തിക്കുന്ന ഒരവസ്ഥ ഒരു പുരുഷന് വരുന്നു. അപ്പൊ എന്ത് ചെയ്യും? എന്തുകൊണ്ടാണത്? ഉള്ളിലെ ആർക്കിടൈപ്പ് നെഗറ്റീവാണ്. ആർക്കിടൈപ്പ് സ്ത്രീയുടെ രൂപ സെക്സിനുള്ളതാണെന്ന് ചിന്തിക്കുന്നു. പക്ഷെ ബ്രസ്റ്റൊക്കെ തുറന്നിട്ടിരിക്കുന്ന അമ്മ ഭദ്രകാളിയെ പോലെയുള്ള ദേവതകളെ കാണുമ്പോൾ അമ്മയാണെന്നുള്ള രീതിയിൽ നമ്മൾ ആ ഫിഗറിനെ സങ്കല്പിച്ച് അമ്മയുടെ മുലയിലെ പാലിന്റെ മാധുര്യം നമ്മുടെ നാക്കിൽ വരും. എല്ലാ സഹസ്രനാമം ജപിക്കുമ്പോൾ ശരിയായി മനസ്സിലാക്കി ആ ഭാഗത്തുമ്പോൾ ജപിച്ചാൽ കണ്ണിൽ നിന്ന് വെള്ളം വരും. ആ കുട്ടിക്കാലത്ത് നഷ്ടപ്പെട്ട എന്തൊക്കെയോ നമുക്ക് തിരിച്ചു കിട്ടുന്ന ഒരവസ്ഥ നമുക്കുണ്ടാവും. ത്രിപുര സുന്ദരി ദേവി മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കും. 3 പുരങ്ങളിലും ജാഗ്രത, സ്വപ്ന, സുഷുപ്തിലും സൗന്ദര്യമുള്ളതാണ് അമ്മ. ആ സൗന്ദര്യം എവിടെ കണ്ടാലും അതിനെ വീണു തൊഴണം, നമസ്കാരം. അത് ഈശ്വരനാണ്. കാരണം മറ്റൊരാളുടെ സൗന്ദര്യം എന്റെ കണ്ണില ഒരാൾക്ക് സൗന്ദര്യമുള്ളതായിട്ട് തോന്നുന്ന ഒരു സ്ത്രീ മറ്റൊരാൾക്ക് സൗന്ദര്യമുള്ളതായിക്കൊന്നില്ല. എന്തുകൊണ്ടാണത്? എന്റെ ഉള്ളിൽ ആനന്ദം ഉണ്ടാക്കുന്ന എന്താണോ അത് സുന്ദരമായിട്ട് എനിക്ക് തോന്നുന്നതാണ്, അല്ലെ? മറ്റേ ആളുടെ ഉള്ളിൽ ആ സ്ത്രീയുടെ രൂപം ആനന്ദം ഉണ്ടാക്കിയില്ല, അല്ല ആ പുഷ്പത്തിന്റെ രൂപം ആനന്ദം ഉണ്ടാക്കിയില്ല. ഉണ്ടാക്കിയിരുന്നെങ്കിൽ അയാൾക്ക് സുന്ദരമായി തോന്നിയാണ്, ശരിയല്ലേ? എന്ത് രസമാണ്, എന്ത് രസമാണെന്ന് പറയുമ്പോൾ ഒരാൾക്ക് ആനന്ദമുള്ളിൽ ആനന്ദമയം ഈ 5 കോശങ്ങൾ അന്നമയം, മനോമയം, പ്രാണമയം, വിജ്ഞാനമയം, ആനന്ദമയം, ഇത്
ഇതിൽ ആനന്ദമയ കോശത്തെ ഉണർത്താൻ കാരണമായി അന്നമയ ഫിസിക്കൽ ബോഡി, മെന്റൽ ബോഡി, മനോമയ കോശം, പ്രാണം എനർജി പോയി പ്രാണമയ കോശം, വിജ്ഞാനമയം പ്രാണം നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ അറിയുന്ന പ്രാണമയ കോശം. പട്ടിക്കൊക്കെ നെഗറ്റീവ് എനർജി വാതകോപരെ കണ്ട അപ്പൊ കുറയ്ക്കും. അത് ആ പ്രാണനെ അറിയാനുള്ള സെൻസ്, ആ കഴിവാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. അപ്പൊ നമുക്ക് നെഗറ്റീവായിട്ടുള്ള ഒരു വ്യക്തിയെ നമുക്ക് പറ്റിക്കാൻ വരുന്ന ഒരാളെയും നല്ല ഒരാളെയൊക്കെ കണ്ട അവന്റെ വൈബ്രേഷൻ അനുസരിച്ച് തിരിച്ചറിയും. പോലീസുകാർ ഇങ്ങനെ അടിമുടിയില്ലേ പോലീസുകാർ നോക്കുന്നത് അല്ലെ, ആ എനർജി റീഡ് ചെയ്യുന്നത് എക്സ്പീരിയൻസ് ഒന്നും ഞങ്ങൾക്ക് ഇത് കിട്ടും. പ്രാണനെ അറിയുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ കർമ്മഫലം കുറയും, സമാധി വരെ പോവാൻ സാധിക്കുകയും ചെയ്യും. അതാണ് പഞ്ചകോശ ശുദ്ധി സാധന എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രാണമയം ആ ഉള്ളില് ആനന്ദം ഉണ്ടാകുന്ന ജാഗ്രത സ്വപ്ന സുഷുപ്തി സ്ഥാനങ്ങളിൽ ഉണർന്നിരിക്കുമ്പോഴും സുഷുപ്തി സ്ഥാനത്തിൽ ആഴത്തിലുള്ള ഉറക്കത്തിൽ ജാഗ്രത ഉണർന്നിരിക്കുന്ന അവസ്ഥ. മാണ്ഡവ്യോപനിഷത്ത് പറയുന്നു, ഓ വിദ്യേ അക്ഷരമിതം സർവം തക്ഷോപവ്യാഖ്യാനം ഭുജം ഭവിഷ്യതി സർവം ഓംകാരമേവ യക്ഷാന ത്രികാലാതീതം തദപ്യോംകാരമേവ. ഈ ജാഗ്രത സ്വപ്ന സുഷുപ്തി ആ ഊമ മൂന്നക്ഷരം ഓം എന്നുള്ള ഒരു അക്ഷരത്തിന്റെ തസ്യോപവ്യാഖ്യാനമാണ് ഈ പ്രപഞ്ചം. ഈ മൂന്ന് അവസ്ഥകളിൽ സൗന്ദര്യമുള്ളത് എന്താണോ അത് ത്രിഭുജ സൗന്ദര്യമാണ്. മൂന്ന് പുരങ്ങളിൽ സൗന്ദര്യമുള്ളത്. വേദം എന്താ പറയുന്നത്? ഈ മൂന്ന് പുരങ്ങളിലും മൂന്ന് പാദങ്ങൾ പുരുഷന്റെ ഉള്ളിലാണ്. ജാഗ്രത മാത്രമേ പുറത്തുള്ളൂ. സ്വപ്നം സുഷുപ്തി തുരീയം ഇത് മൂന്നാളത്താണ്. ഈ മൂന്ന് പുരങ്ങളിലും സൗന്ദര്യം ആനന്ദമയ കോശത്തെ ഉണർത്തുന്ന സമാധി. അതാണ് സെക്ഷൽ എനർജിയുടെ ആനന്ദം എപ്പോഴും ഇവിടെ അതിന്റെ ആയിരം ഇരട്ടിയായിട്ട് കെട്ടിക്കൊണ്ടിരിക്കും. നിരവധി സ്വാമിമാർ സമാധിയാവുന്നു എല്ലാ അഖാഡകളിലും. അത് ഭാരതത്തിലൊരു അത്ഭുതമല്ല. അതാ ഇങ്ങനെ മരിക്കാൻ പറ്റും. നമ്മൾ കുംഭമേളയ്ക്ക് പോയപ്പോൾ കണ്ടല്ലേ, നേരെ വന്ന് എല്ലാവരും ഡാറ്റ പറഞ്ഞ് വെള്ളം വാങ്ങിച്ചു കൊടുത്തിട്ട് ത്രിവേണിപുരി ഭാവ സമാധി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു അത്ഭുതമല്ലേ? അത്ഭുതവുമല്ല, ഇതൊരു സ്വാഭാവിക പ്രക്രിയയാണ്. അപ്പൊ അതിലേക്കാണ് നമ്മുടെ ഉപാസന, ശരിയായ ഉപാസന പദ്ധതികൾ നമ്മളെ നയിക്കുന്നത്. അപ്പൊ ഈ മൂന്ന് പുരങ്ങളിൽ സൗന്ദര്യമുള്ളതെല്ലാം ദേവിയാണ്. ലോകത്തപ്പോ എവിടെ സൗന്ദര്യം കണ്ടാലും അവിടെ വീണ് നമിക്കണം. കാര്യം എന്താ? അതിലൂടെ പ്രോജ്വലിക്കുന്നത് ദേവിയുടെ ചൈതന്യമാണ്. അപ്പൊ സുന്ദരമായതെല്ലാം ദേവിയാണ്. ഒരു കൊച്ചുകുട്ടി കളിക്കുന്ന കണ്ടാൽ അവിടെ ദേവിയുണ്ട്. ഒരു നല്ല പുഷ്പം നിൽക്കുന്ന കണ്ടാൽ അവിടെ ദേവിയുണ്ട്. എവിടെ സ്നേഹമുണ്ടോ അവിടെയെല്ലാം ദേവിയുണ്ട്. സ്നേഹം സൗന്ദര്യം ഉണ്ടാക്കുന്നതാണ്. സ്നേഹമുള്ളവർക്കാണ് സൗന്ദര്യമുള്ളത്. ആ കെമിക്കൽ കോമ്പിനേഷനൊക്കെ നെഗറ്റീവ് എനർജി വരാൻ പറ്റത്തില്ല. ദേവിയുടെ ചൈതന്യം നമ്മളിലേക്ക് വരുന്നു. നമുക്ക് ലളിതാ സഹസ്രനാമ യജ്ഞത്തിലേക്ക് നടക്കാം. ആ രീതിയിൽ ഇതിനെ കണ്ടാൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അവരുടെ ലൈഫിലും അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാവും. അതിന് ആദിപരാശക്തി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ സംഭരിക്കുന്നു. നമുക്ക് സമയക്കുറവ് പോലെ ലളിത സഹസ്രനാമ ജപയജ്ഞത്തിലേക്ക് കടക്കാവുന്നതാണ്. നമുക്കെല്ലാം ഒന്നിച്ച് ലളിത സഹസ്രനാമം വിളിക്കാം. ശ്രീമാതേനമ. സ്ത്രീകൾക്ക് അത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. ആത്മാവിന് സ്ത്രീയോ പുരുഷനോ ഇല്ല, ശരീരത്തിന് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. അപ്പം സെക്ഷൽ അതാണ് ഞാൻ പറഞ്ഞത്. ശരിക്കും സ്ത്രീകൾക്ക് ഈ പുരുഷന്മാരുടെ തുറന്നു പറയണമെന്ന് തോന്നരുത്. പുരുഷന്മാർ അത്രയും ഒരു അഡിക്ഷൻ ഇല്ല. സ്ത്രീയെ കണ്ണ് തുറന്നു വെച്ചല്ല, കണ്ണടച്ച് സെക്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അവർ ധ്യാനിക്കുകയാണ്. പുരുഷൻ തുണിയില്ലാതെ നിൽക്കുന്ന സ്ത്രീക്ക് എന്തുകൊണ്ട് പോയി തുണി എടുത്ത് കൊടുക്കണമെന്ന് പറയും. പക്ഷെ ഒരു സ്ത്രീ തുണി ഇല്ലാതെ കാണാനാണ് പുരുഷൻ ആഗ്രഹിക്കുന്നത്. ഞാൻ തുറന്നു പറയണമെന്ന് തോന്നുന്നില്ല കേട്ടോ. ഒരു സൈക്കോളജി ഒക്കെ ഇതിനകത്ത് വരും. നല്ലൊരു ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. അപ്പം ഒരു കമ്പയിൽ ഒരു ചുരിദാർ ചുറ്റി വെച്ചാലും പുരുഷന് കാമെടുക്കാനും വരും. അവൻ ആരാണെന്നില്ല. സ്ത്രീക്ക് ഒരു പുരുഷന്റെ മനസ്സിനെയാണ് ഇഷ്ടപ്പെടുന്നത്. അവന്റെ ക്യാരക്ടർ, അവന്റെ പെരുമാറ്റം അത് വീണ് പോവാണ്. അവൻ സെക്സ് ഒരു സംഭവം അല്ല സ്ത്രീക്ക്. എന്നാൽ ഒരു പുരുഷൻ ഒരു സാധനം ചെയ്ത് ഒരു സ്ത്രീയുടെ അത്ര എത്തണമെങ്കിൽ കുറെ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾ അത്ര ഞങ്ങൾക്ക് ഇതെല്ലാം പിടിച്ച് 4 സൈഡിൽ സ്റ്റേവറൊക്കെ ഇട്ട് കെട്ടി വെച്ചിട്ടൊക്കെയാണ് തന്ത്രത്തിന്റെ നിഗൂഢമായിട്ടുള്ള ഉപാസന മാർഗങ്ങളിൽ
ശ്രീചക്രം വരച്ചിട്ട് അതിൽ സ്ത്രീയും പുരുഷനും, ഇതൊരു റിസർച്ചാണ് ശരിക്കും. അതിന്റെ ഉള്ളിലേക്കുള്ള റിസർച്ചാണ് ശരിക്കും ശ്രീവിദ്യ അല്ലെങ്കിൽ നമ്മൾ ഈ പഞ്ചകോശ ശക്തി സാധന എന്ന് പറയുന്ന സംഭവം. തുറന്ന് പറയാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. അപ്പം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവിടെ ദേവി അമ്മയായിട്ടുള്ള ഭാവത്തിലേക്ക് സ്ത്രീ അങ്ങ് വരികയാണ്. അതുകൊണ്ടാണ് ചില സ്ഥലത്തൊക്കെ നമ്മൾ പൂജ കഴിക്കുമ്പോൾ സ്ത്രീകളും ദേവിയായിട്ട് അങ്ങ് എളുപ്പം തുള്ളും, പുരുഷൻ അത്രയും തുള്ളത്തില്ല. കാരണം ആ ദേവി ഭാവം അവളില് ഇൻബിൽറ്റ് ആയിട്ടുണ്ട്, അമ്മയുടെ ഭാവമുണ്ട്. അപ്പൊ ആ സ്നേഹം, അമ്മയുടെ സ്നേഹം അവിടെ വർക്കൗട്ട് ആയി അതിലേക്ക് മാറും. ചൈൽഡ് എന്നുള്ളതിന് അമ്മ എന്നുള്ളതിലോട്ട് ഇതങ്ങ് മാറിക്കോളും വളരെ ഫാസ്റ്റ് ആയിട്ട്. അപ്പൊ അവർക്ക് ഇത്രയും ബുദ്ധിമുട്ട് വരുന്നില്ല. ഞാൻ പറയുന്നത് പിടിയിടുന്നുണ്ടോ? അപ്പൊ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയങ്കര ബലമാണ്, ആത്മബലമാണ്. അപ്പം ഈ സ്വാധിഷ്ഠാനം സ്ത്രീക്ക് അത്ര ബുദ്ധിമുട്ടില്ലാതെ കിടക്കും. അവർക്ക് കിടക്കാൻ ബുദ്ധിമുട്ട് ഏത് ചക്രമാണ് അറിയാം? ഹാർട്ട് ചക്രമാണ്. ആ മക്കളോടുള്ള ഒരു അറ്റാച്ച്മെന്റ് അത് എന്ത് പറഞ്ഞാലും നമുക്ക് പോസില്ല. മക്കള് 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 ഇത് ഹാർട്ട് ചക്രം മേടിക്കാൻ അവരൊക്കെ പാടില്ല. പുരുഷനത് വലിയ പ്രശ്നം. ഇതിനകത്തൊക്കെ ഒരുപാട് ഇന്റേണൽ പ്രാണന്റെ ചലനങ്ങളില് ഡിഫറൻസ് ഉണ്ട്. കുണ്ടലിനി കാലക്കിട വരുന്ന കുണ്ടലിനി മൂലാധാരത്തിലൊന്ന് ഇടിച്ച് കറങ്ങി 3 ചുറ്റുള്ള പാമ്പ് എന്നൊക്കെ പറഞ്ഞതാണ്. ഇത് സെക്ഷൽ ഓർഗനിലൂടെ പുറത്തോട്ട് പോകും. കുണ്ടലിനി സുഷുമ്നയിലൂടെ വരുമ്പോൾ ഇത് ഒരു ഫോൺ വീഡിയോ കണ്ടാൽ പുരുഷന്റെ കുണ്ടലിന് റൈസ് ആയിട്ടുള്ള പുരുഷന്റെ സെക്ഷൽ ഓർഗൻ റൈസ് ചെയ്തിട്ട് അതങ്ങ് ഡൗൺ ആയിട്ട് എനർജി കുത്തി പിടിച്ച് മേപ്പോട്ട് കയറി ഓരോ ചക്രങ്ങൾ വലിച്ച് ഇവിടെ വരും. ആ താഴെ ചക്രത്തിൽ വരും. അപ്പൊ സെക്ഷൽ എനർജിയുടെ ഭയങ്കര അതിനായാലും ഒരു സുഖമാണ്. അപ്പം ഇത് തന്നെ സ്ത്രീക്ക് വരും. സ്ത്രീക്ക് ഇത് കിടക്കുന്ന ബ്ലോക്ക് കിടക്കുന്ന ഹാർട്ടിലാണ്, പുരുഷന് കിടക്കുന്ന സ്വാധിഷ്ഠാനത്തിലാണ്. എവിടെയെങ്കിലുമൊക്കെ ബ്ലോക്ക് ഉണ്ട്. അപ്പൊ ഇതൊക്കെ മനസ്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. അതാണ് പതഞ്ജലി യോഗ ചിത്രത്തി നിരോധനം സിമ്പിൾ ആയിട്ട് പറഞ്ഞത്. ഈ മനസ്സിനെ തന്നെ നിരോധിക്കാൻ പറ്റിയ നാഗസന്യാസിമാരോട് വളരെ ഫാസ്റ്റായിട്ട് കയറിപ്പോക്കോളും. പക്ഷെ അത് അവരുടെ ആ പുണ്യപുരുഷന്മാരുടെ അത്രയും സാധാരണ ആളുകൾക്ക് എളുപ്പം എത്തിച്ചേരാൻ പറ്റത്തില്ല. അപ്പം പറ്റുമെങ്കിലോ നല്ലതാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഞാൻ കമ്പാരിസൺ എന്നല്ല പറയുന്നത്. അപ്പം അവിടെ ഓരോ ആളുകൾക്കും ഓരോ രീതിയിലാണ് ഇത് ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ ആചക്രത്തിലെ ബ്ലോക്കാണ് സ്ത്രീ മാറ്റുന്നത്. എനിക്ക് കാലിന് ഭയങ്കര വേദനയാണ്, എനിക്ക് അതാണ് ഇത്ര ജപിച്ചിട്ട് നമുക്ക് ശരിയാവുന്നില്ല. കാരണം മനസ്സിൽ ഈ അറ്റാച്ച്മെന്റ് കിടക്കുകയാണ്. അതിന് ഗീത വായിക്കണം, മനോമയ കോശശുദ്ധി വരണം. പഞ്ചകോശ ശുദ്ധി എന്ന് പറഞ്ഞാൽ അതാ, ഒരു കോശം മാത്രം ശുദ്ധിയായ നമ്മുടെ പ്രശ്നം മാറൂല. അന്നമയത്തിന് സൂര്യനമസ്കാരം പ്രാണായാമം യോഗയൊക്കെ ചെയ്യണം. ഇല്ലേ അവിടെ ഇവിടെ ഈ പ്രാണൻ ബ്ലോക്ക് ആയിട്ട് ചെറിയ ഉണ്ടകൾ വരും. അതിങ്ങനെ ഉറച്ച് കളയുമ്പോൾ നല്ല സുഖമാണ്. വേദന എടുക്കുമ്പോൾ അവിടെ ബ്ലോക്ക് വരും, ഇരുന്ന് എണീക്കാൻ പറ്റത്തില്ല, അവിടെ ഇവിടെയൊക്കെ പ്രശ്നങ്ങൾ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? പ്രാണൻ ഒഴുകിക്കൊണ്ടിരിക്കണം. അതിന് രാവിലെ സൂര്യനമസ്കാരം യോഗ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം. എനിക്ക് സമയം കുറവാണ്. വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്യും. കാരണം ഇത് ഇന്ന് തന്നെ ഇങ്ങനെ അങ്ങ് പോകും, ഇന്നത് കിട്ടത്തില്ല, തിരിച്ചു വരാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പ്രശ്നം. അപ്പം ഈ എന്താ പറയുക, സംഭവത്തിലേ ഉള്ളൂ. ഈ അതിനൊക്കെ ഉള്ള മെത്തേഡുകളുണ്ട് ഇതൊക്കെ തരണം ചെയ്ത് വരാൻ. അറ്റാച്ച്മെന്റുകൾ പോകണം, ഓരോ രീതിയിലും സെക്സിലുള്ള അറ്റാച്ച്മെന്റ്, അല്ലാതെ ബന്ധുക്കളിലുള്ള അറ്റാച്ച്മെന്റ് ഒക്കെ മാറണം എന്ന് പറയുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത് കൃത്യമായ രീതിയിൽ എത്തിക്കാനായിട്ട് സാധിക്കും. ഇതാണ് എൻ്റെ എളിയ ഒരു അറിവ്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിലേക്ക് ഇറക്കാം. ശ്രീമാത്രയാണ് അറിയാൻ ഈ നിമിഷത്തിൽ അത് ചിത്രം കാണിച്ചു കൊടുത്തു. ഇവരുന്നത് നമ്മൾ ചിത്രം കാണിച്ചു കൊടുത്തു ഓഡിയൻസിലേക്ക്. കൊണ്ടുപോകില്ല ചോരന്മാർ കൊടുക്കും തോറുമേറിടും, വിദ്യ തന്നെ മേന്മ തന്നെ നശിച്ചാലും വിദ്യ തന്നെ മഹാധനം. എന്നോട് പറയാം, കൊണ്ടുപോകില്ല ചോരന്മാർ കൊടുക്കും തോറുമേറിടും, മേന്മ തന്നെ നശിച്ചാലും വിദ്യ തന്നെ മഹാധനം. നമുക്ക് ഇന്ത്യയിലെ മഹാധനമാണ് നമ്മുടെ ആചാര്യൻ ശ്രീവിദ്യ പഞ്ചകോശ ശുദ്ധി എന്ന് പറയുന്ന ഈ സാധനം നമുക്ക് വേണ്ടി തന്ന നമ്മുടെ ആത്മീയ ആചാര്യനായ തപോവൻ ഹോളിസ്റ്റിക് ആൻഡ് വെൽനസ് റിസർച്ച് സെന്ററിന്റെ ആചാര്യനും എല്ലാമായ ശ്രീധരൻ നമ്പൂതിരി അവர்களോട് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു കാര്യം കൂടി പറയുകയാണ്. നമ്മള് ശനിയാഴ്ചകളിൽ
തപോവൻ കുടുംബാംഗങ്ങൾ മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള എല്ലാവർക്കും ലളിതാ സഹസ്രനാമം പഠിക്കാൻ വേണ്ടിയിട്ട്, കേൾക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ലളിതാ സഹസ്രനാമ യജ്ഞത്തിലേക്ക് പോകാം. എല്ലാവരെയും അതിനായിട്ട് ക്ഷണിക്കുകയാണ്. ആചാര്യ അതിനുള്ള അനുമതി. ओम गं गणपति नमः। ओम गं गणपति नमः। ओम गं गणपति नमः। ओम अस्य श्री ललिता सहस्रनाम स्तोत्र महामन्त्रस्य वशिन्यादिवादेवता विषया अनुष्ठुप्छन्दः श्रीललिता परमेश्वरी देवता श्रीमद्भागवतुडेति बीजं मध्यपुडेति शक्ति शक्तिपुडेति कीलकं मूलप्रकृतिज्ञानं श्रीललिता महात्रिपुरसुन्दरी प्रसादसिद्धिद्वारा सकलसिद्धिलाभराप्यर्थे जये विनियोगः। ध्यानं सिन्दूरारुणविग्रहां त्रिनयनां माणिक्यमौलीस्फुरत् पद्मासनस्तां विकसितवदनां पद्मपत्रादिसाक्षीं हेमां पीतवस्त्रां करगलितसत्केमपद्माम्बरां सर्वालङ्कारयुक्तां सततमभयदां भक्तनम्रां श्रीविद्यां सागरमूर्तिं सर्वजगतां सर्वसम्पत्प्रदां स्वसकुटुम्बविलेपनां हरिगजुम्बिकस्तूरिकां समन्तहस्तेक्षणां सस्यपापाशां अशेषजनमोहिनी परिणमार्यभूषां जवाकुसुमवासुरां अरुणां करुणातरङ्गिताक्षीं धृतपाशां पुष्पबाणतापां मणिमालिरावृतां मयूखैः अमित्येव विभावये भवानि। श्रीमाता श्रीमहाराज्ञी श्रीमत्सिंहासनेश्वरी चिदग्निकुण्डसम्भूता देवकार्यसमुद्यता उद्यद्भानुसहस्राभा चतुर्बाहुसमन्विता रागस्वरूपपाषाढ्या क्रोधाकाराङ्कुशोज्ज्वला मनोरूपेषु गोदण्डा पञ्चधर्मान्तसायका विदारुणप्रभापूरा मध्यब्रह्माण्डमण्डला चम्पकाशोकपुण्याकसौगन्धिकरसङ्गजा गुरुलिङ्गमणिश्रेणी कनत्कोढीरमण्डिता अष्टमी चन्द्रविभ्राजलस्तरशोभिता मुखचन्द्रकलङ्काभा मृगनाभिविशेषका मदनस्मरमाङ्गल्य मृगदोषिणचिल्लिका वक्रलक्ष्मी परीवाह चलन्मीनाभलोचना नवचम्पकपुष्पावनासा दण्डविराजिता ताराकान्तितिरस्कारी नासाभरणभासुरा कर्मपूरमनोहरा ताडङ्कैकळीभूता तपलोडुपमण्डला तत्परागशिलादर्श परिभाविकपोलभू श्रीरत्कारीरतरक्षरा युद्धविद्याङ्कुराकारा द्विजपङ्क्तिद्वयोज्ज्वला कर्पूरमणिकापोर समाकर्षविगन्धरा निजसल्लापमाधुर्या निर्भर्षितकच्छपि मन्दस्मितप्रभापूरा मज्जब्राह्मेशमानसा अनागलितसादृश्य जुगुलश्रीविराजिता कामेश्वरमाङ्गल्य सूत्रशोभितकन्दरा कनकाङ्गदगेयौरा कमनीयभुजान्विता
चिन्ताकरोलमुक्ताफलान्विता कामेश्वरकर्मरत्नमण्डितमणिस्तनी नाभ्यानवालरोमाणि यदा फलभुजद्वयी लक्ष्यरोमलदाकारकासमुन्नेय मध्यमा स्तनभारतमध्यपट्टबन्धवरित्रया अरुणारुणकौसुम्भवस्त्रभासत्करीकरी व्यक्तकिङ्किणिकारण्यरसनादामभूषिता कामेशज्ञानसौभाग्यमाधवोडद्वयादिका माणिक्यमकुडागार ज्ञानद्वयविराजिता इन्द्रगोपपरीक्षितस्मरतोणाभचण्डिका गूढमुद्वपूर्वपृष्ठज्येष्णुप्रबलान्विता सुमेरु मध्य सिंहस्था श्रीमन्नगरनायिका चिन्तामणि गर्भान्तस्था पंच ब्रह्मासनस्थिता महापद्माननी संस्था कलम्बानवासिनी सुधा सागर मध्यस्था कामाक्षी कामदायिनी देवक्षीरण संगाम सूर्यमानवैभवा मण्डासुरवधोयुक्त शक्तिसेना समन्विता संपत्करी समारूढ़ सिंधुरवसलेखा अश्वारूढ़ दृष्टिराशकोटिकोटिरावृता चक्रराजरूढ़ समाहित वरिष्ठता हे चक्रधारूढ़ मंत्रिणी परिसेविता हे चक्रधारूढ़ दंडनादा पुरस्कृता ज्वालामाली काक्षिप्रकार मध्यका वर्णसैन्यवधोयुक्त शक्तिसेनमहर्षिता विद्यापराक्रमाडोमालिवीक्षण समुत्सुका वर्णपुत्रवधोयुक्त बाला विक्रमनन्दिता मन्त्रिण्यम्बा वेदचक्रवधदोषिता विशुप्रकारणहरणमालावीर्यनन्दिता कामेश्वरमुखालोक कल्पितश्रीगणेश्वरा महागणेश निर्विघ्न विघ्नयन्त्रप्रदर्शिता भण्डासुरेन्द्र निर्मुक्त शस्त्रकृत्यप्रमर्शिनी कराङ्गुलीनोत्पन्ना नारायणदशावृति महाकाशफलासाग्नि निर्गण्डासुरसैनिका कामेश्वरास्त्र निर्दग्ध समण्डासुरशून्यका ब्रह्मोपेन्द्रमहेन्द्रादि देव संस्तुत वैभवा हरनेत्रादि सन्दग्ध नाम सञ्जीवनौषधि श्रीमद्भागवतोदेव स्वरूपं तमव्रता कण्ठादकणिपर्यन्त मध्यगूढस्वरूपिणी शक्तिकूटैकतावन्न कट्यगोपालधारिणी मूलमन्त्रात्मिका मूलकूलत्रयकलेवरा कुलामृजैर्यसिका कुलसङ्केतपालिनी कुलाङ्गना कुलान्तस्था कौलिनी कुलयोगिनी अकुला समयान्तस्था समयाचारलद्धरा मूलाधारैर्गनिलया ब्रह्मनिर्निवेदिनी मणिपूरान्तर्विदा विष्णुनिर्निवेदिनी आज्ञाचक्रान्तरालस्था रुद्रनिर्निवेदिनी सहस्रारामुजारूढा सुधासारां विवर्षिणी कटितदा समरुचि षट्चक्रो वै संस्थिता महाशक्ति पुण्यरिणी विसलङ्कुतरीयसी भवानी भावनागम्य भवारण्यपुरारिका भद्रप्रिया भद्रमूर्ते भक्तसौभाग्यदायिनी भक्तिप्रिया भक्तिगम्या भक्तिवश्या भयावहा शाम्भवी शारदा राजा शर्वाणी शर्मदायिनी शाम्भवी श्रीकरी साध्वी शरच्चन्द्र निपालिना शादोदरी शान्तिमती निराधारा निरञ्जना निर्लेपा निर्मला नित्या निराकारा निराकुला निर्गुणा निष्कला शान्ता निष्कामा निर्वक्ता नित्यमुक्ता निर्विकारा निष्प्रपञ्चा निराश्रया नित्यशुद्धा नित्यबुद्धा निरवध्या निरन्तरा निष्कारणा निष्कलङ्का निरुपाधिर्निरीश्वरा निराकारा कमलना निर्मदा मदनाशिनी निश्चिन्ता निरहङ्कारा निर्मोहा मोहनाशिनी निर्ममा ममता हन्त्रे निष्पापा पापनाशिनी निष्क्रोधा क्रोधशमनी निर्लोभारोपनाशिनी निसंशया संशयग्नि निर्भवा भवनाशिनी निर्विकल्पा निराबाधा निर्भेदा भेदनाशिनी निर्नाशा मृत्युमदनी निष्क्रिया निष्परिग्रहा
നിസ്തുലാ നീലചിപുരാ ദിനമായാ നിരത്യയാ ദുർലഭാ ദുർഗമാ ദുർഗാ ദുഃഖഹന്ത്രേ സുഖപ്രദാ ദുഷ്ടദൂരാ ദുരാചാര ശമനീ ദോഷവർജിതാ സർവജ്ഞാ സാന്ദ്രകരുണാ സമാനാധികവർജിതാ സർവശക്തി